നമസ്കാരം. ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെത്തുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം നിരവധി കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് പുടിൻ്റെ വരവ് കാത്തിരുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേറ്റ ഉടനെ തന്നെ പ്രഖ്യാപിച്ചത് ഞാൻ അടിയന്തരമായി റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. അതിനടുത്ത് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഗതികേട് കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്വീകരിച്ചുവെങ്കിലും പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹം വേണ്ടി വന്നാൽ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരെ തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ട്രംപിൻ്റെ മുഖത്തേറ്റ ഒരു കനത്ത അടിയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലരും കണക്കാക്കുന്നത്. കാരണം ലോക പോലീസ് ചമഞ്ഞ് ട്രംപ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം ഉണ്ടാക്കുന്ന ആളാണ് എന്ന് ഭാവിച്ചുകൊണ്ട് റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാലും നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾ ചോർത്തിയെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നറിയില്ല. എന്നാൽ ഈ നമുക്ക് ലഭിച്ച നിർദ്ദേശങ്ങളനുസരിച്ചാണെങ്കിൽ അത് റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലും ഉള്ളത്. ഇത് റഷ്യ തയ്യാറാക്കി നൽകിയതാണോ എന്ന് പോലും പലരും കളിയാക്കി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പുടിൻ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവസാനത്തെ യുക്രൈൻ ഭടനം മരിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം നടത്തും എന്നാണ്. അതിൻ്റെ അർത്ഥം ട്രംപ് പറഞ്ഞ നിർദ്ദേശങ്ങൾ താൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ റഷ്യയിലേക്ക് അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകനായ ജറാദ് കുഷ്ണറിനെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതി സ്റ്റീവ് വിറ്റ്കോഫിനെയുമാണ് അയച്ചത്. അവർ പുടിനുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് അവർ സെലൻസ്കിയെ കാണാനായി യുക്രൈനിലേക്ക് പോകുന്നതിന് പകരം ബ്രസൽസിൽ വെച്ചാണ് അവർ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ അറിയിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇനി ചർച്ചയില്ല. ഈ 2 പ്രതിനിധികളും തിരികെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് മോസ്കോയിൽ നിന്ന്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയൊരു നിർണായകമായ തീരുമാനമെടുത്തതിന് ശേഷമാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. പുടിന് കുറേ കാലങ്ങളായി മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു വിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിധിപ്പെടുന്ന രാജ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്താം. ഏതായാലും ഇന്ത്യയിൽ നിന്ന് എത്തുന്ന പുടിനെ വലിയൊരു വരവേൽപ്പാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുമോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിനായി പ്രത്യേക അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത് പതിവുള്ളതല്ല. 2ാം ദിവസം ചർച്ച നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിരുന്നൊക്കെ തന്നെ നടക്കാറുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് ഈ 2 നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും റഷ്യ ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുണ്ട്. പണ്ട് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തൊക്കെ തന്നെ എന്നും ഇന്ത്യക്ക് പിന്തുണയാണ് അവർ നൽകിയിരുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. പ്രതിരോധ മേഖലയിലും വ്യവസായ സംരംഭങ്ങളിലുമൊക്കെ തന്നെ റഷ്യയുടെ സഹകരണം പണ്ട് മുതലേ ഇന്ത്യക്കുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ച S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു 5 കൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പുടിൻ്റെ വരവോടുകൂടി ഒരു തീരുമാനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. നാളെയാണ് ഹൈദരാബാദ് ഹൗസിൽ വെച്ച് ഈ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് 22ഓളം ഉച്ചകോടികൾ ഇത്തരത്തിൽ പരസ്പരം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയും റഷ്യയുമായുള്ള ഈ ഒരു സൗഹൃദത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ട നികുതി ഏർപ്പെടുത്താനൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം ഒരുപക്ഷെ അവസാനിച്ചിരുന്നുവെങ്കിൽ അത് ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമായിരുന്നു എന്ന് പല നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നാൽ പിന്നെ ഇന്ത്യക്ക് അത്തരത്തിലുള്ള വിലക്കുകളൊന്നും ഇനി പേടിക്കേണ്ട കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഒരു സൗഹൃദ ചർച്ചയും പുടിൻ്റെ സന്ദർശനമൊക്കെ തന്നെ അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ട്രംപ് എന്താണ് ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഉത്കണ്ഠ എല്ലാവർക്കുമുണ്ട്. ഇതെന്തായാലും പ്രതിരോധ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ വീണ്ടും ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിക്കോളായ് പട്രൂച്ചേവാണ് റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹം നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി റഷ്യൻ വിദേശകാര്യമന്ത്രിയെ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ വളരെ വ്യക്തമായൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ഒരു വശത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയേറ്റ ഒരു ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്.
താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ റഷ്യ തള്ളിക്കളഞ്ഞു എന്ന ആ വാർത്ത തീർച്ചയായും ട്രംപിനെ വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുകയും പ്രകോപിപ്പിച്ചിരിക്കുകയും ചെയ്തു കാണും എന്നുള്ളതും ഉറപ്പാണ്. പുടിൻ നടത്തുന്ന ഈ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര ലോകം തന്നെ വളരെ ആകാംക്ഷയോട് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെത്തിയ ശേഷം, അതായത് ഒരു രാജ്യത്ത്, ഒരു വിദേശ രാജ്യത്ത് ഏറെ നാൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. നേരത്തെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ചൈനയിൽ എത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ ഇന്ത്യയിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ സന്ദർശനമാണ്, ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമാകും എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ട്രംപ് എന്തൊക്കെ പണിയായിരിക്കും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയും ജനങ്ങൾക്കുണ്ട്. എന്നാൽ റഷ്യ ഇന്ത്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീളുന്ന സൗഹൃദം തുടരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്, അല്ലെങ്കിൽ തെളിവ് തന്നെയാണ് ഈ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ, അസന്നിഗ്ധ ഘട്ടത്തിൽ പോലും പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നു എന്നുള്ളത്.